റംസാനിലെ 30 ദിനങ്ങളിലെ വ്രതശുദ്ധിക്ക് ശേഷം ഇതാ ഈദുൽ ഫിത്തർ ആഗതമായിരിക്കുന്നു. നമ്മളെല്ലാവരും അശാന്തിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഏറെ ആത്മീയ ചൈതന്യത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കുന്ന പുണ്യദിനമായ ഈദുൽ ഫിത്തർ ലോകം മുഴുവൻ സമാധാനം നിറയ്ക്കേണ്ട ഒരു സംഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഞങ്ങൾക്ക് അക്കാഡിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് ആണ്. റംസാൻ പ്രമാണിച്ച്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കട്ടെ കേട്ടോ. നല്ല ഗിഫ്റ്റ് പാക്കൊക്കെ ആയിരുന്നു. റാപ്പൊക്കെ മാറ്റിയതാണ്. ഇതിപ്പം തുറന്നു നോക്കട്ടെ. അത്ഭുതപ്പെട്ടി. ആഹാ, കുറേ സാധനങ്ങളുണ്ടല്ലോ. ഹലുവ, പലതരം ഹലുവ. പിന്നെ മിഠായി ഉണ്ട്, ഈത്തപ്പഴം പലതരം ഉണ്ട്, പിസ്സ, പിന്നെ എന്തൊക്കെയുണ്ട്, ബദാം, പിസ്ത. പിന്നെ ഇതെന്തോ ഒരു സാധനമുണ്ട്. എന്താണോ കോൺഫ്ലെക്സ് പോലത്തെ സാധനമുണ്ട്. മധുരമുള്ള കോൺഫ്ലെക്സ് എന്ന് പറയാം. അത് പലതരം നട്ട്സ് ഒത്താണ്. അങ്ങനെ എന്തൊക്കെ തോന്നുന്നെനിക്ക്. ഇതാ ഇത് ഫിഗ് അല്ലേ? ഫിഗാണോ? ഫിഗിൻ്റെ ഇതാണ്. ഈത്തപ്പഴം 3 തരമുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്തോ ഒരു ഉണങ്ങിയ ഫ്രൂട്ട്സിൻ്റെ കഷ്ണമാണ്. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളുണ്ട്. കൊള്ളാം. അപ്പോൾ ഒത്തിരി സ്നേഹം, നന്ദി അക്കാഡിയ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ടീം. ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇത് കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് റംസാൻ ആശംസകളും. ഇപ്പോൾ റംസാനൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലോ. പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഈദുൽ ഫിത്തർ ആശംസകൾ. എല്ലാ ഹൃദയങ്ങളിലും സന്തോഷവും സമാധാനവും നിറയട്ടെ. അനുഗ്രഹീതമായ ഉത്സവം അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരം എന്നർത്ഥം വരുന്ന ഈദ് എല്ലാ ഹൃദയങ്ങളിലും സന്തോഷം നിറയ്ക്കട്ടെ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ. എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സസ്നേഹം PM കോങ്ങാട്ടിൽ.